അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. സമാദരണീയരായ ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, ബഹുമാന്യനായ സയ്യിദ് മുബശ്ശിർ തങ്ങൾ, ബഹുമാന്യരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ബഹുമാനപ്പെട്ട ഉസ്താദ് എം ടി അബൂബക്കർ ദാരിമി, ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഹൈത്തമി ഉസ്താദ് ഉൾപ്പെടെ SKSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള നേതാക്കന്മാരെ, ഉസ്താദന്മാരെ, ഈ മഹത്തായ സന്ദേശം കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം SKSSF ആദർശ വിങ്ങായ ഇസ്തിഖാമ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ ഗുരുതരമായ, വളരെയധികം അപകടകരമായ ഒരു പ്രയോഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് ചൊയ്യലി അബ്ദുള്ള മൗലവി നടത്തിയിരിക്കുന്നത്. എത്ര വലിയ അപകടകരമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ ദിവസം ബാങ്ക് കൊടുക്കാറുമുണ്ട്. എന്താണ് ആ പള്ളിയിലെ ബാങ്കിലൂടെ വിളിച്ചു പറയാറുള്ളത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ ലോകത്തൊരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് 5 നേരവും നമ്മുടെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നു. അത് കേട്ട് പള്ളിയിലേക്ക് ചെല്ലും നമ്മൾ, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നവർ ഒതുണ്ടായിക്കഴിഞ്ഞാൽ 2 കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന വാക്കെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ ലോകത്തൊരു ശക്തിയുമില്ല, അവനക്ക് പങ്കുകാരനായിട്ടൊരു ശക്തിയുമില്ല, അവൻ ഏകനാണ്. അത് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, വജ്ഹത്തിലൂടെ പറയുന്നു, അമാ അന മിനൽ മുശ്രിക്കീൻ, ഞാനൊരിക്കലും ബഹുദൈവ വിശ്വാസിയല്ല. നിസ്കാരത്തിലുടനീളം ആവർത്തിക്കപ്പെടുന്നു. നിസ്കാരം കഴിയാറാകുമ്പോൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ അല്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ എങ്ങനെ പൊടിച്ചിട്ട് ഇളക്കാറില്ല, ഉണ്ടോ? എങ്ങനെ പൊടിച്ചിട്ട് പറയും അള്ളാഹു ഏകനാണ്. ചിലർക്ക് ഇളക്കം തുടങ്ങിയിട്ടുണ്ട്, അള്ളാഹു ഏകനാണോ അല്ലേ, ആണോ അല്ലേ എന്നൊക്കെ. നമുക്കൊരു ഇളക്കമില്ല, നമ്മളങ്ങനെ നിർത്തുന്നു, കൈ പിടിച്ചു പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. അവിടെ അങ്ങനെ. അത് കഴിഞ്ഞ ചില ആളുകളൊക്കെ ഇറങ്ങി ഓടാറുണ്ട്, നമ്മൾ ഓടുന്നില്ല, അവിടെ ഇരിക്കുകയാണ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനേറെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പലരും പറയും മിണ്ടരുത്, ദുന്യവിയായ സംസാരിച്ചാലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ ലോകത്തൊരു ശക്തിയുമില്ല. ഈ അജഞ്ചലമായ കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ സുന്നി സമൂഹത്തെ കുറിച്ച്, അത് കേരളത്തെ നമ്മളെ കുറിച്ച് മാത്രമല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ കുറിച്ച് ഇവരിന്ന് എഴുതുന്നു, പറയുന്നു, നമ്മൾ മുസ്ലിമീങ്ങളല്ല, നമ്മൾ കാഫറുകളാണ്. ഇത് ചെറിയ വിഷയമാണോ നമ്മൾ ചിന്തിച്ചു നോക്കും. ഇതൊക്കെ പറയുമ്പോൾ ചിലർ അതൊക്കെ ഇപ്പം എത്ര ഇഷ്യൂ ആക്കാണ്ടോ, അതൊക്കെ എത്ര പറയാനുണ്ടോ. എന്താ പറയണത്? നമ്മൾ കാഫറുകളാണ്, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ്. ഈ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന പള്ളികൾ
ആ പള്ളികളെ കുറിച്ച് പറയുന്നു, ഈ പള്ളികൾ പള്ളികളല്ല, അമ്പലങ്ങളാണ്. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന അഭിമന്യരായ പണ്ഡിതന്മാരെ കുറിച്ച്, മുദരിസുമാരെ കുറിച്ച്, കാളിമാരെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കേട്ട മുദരിസുമാർ ഖത്തീമാർ മാത്രമല്ല, കാളിമാരും ജൂതന്മാരാന്ന് പറയുന്നുണ്ട്. എല്ലാ ഖത്തീമാരും വിട്ടു. കാളിമാർ ഉൾപ്പെടെ, മുദരിസുമാർ ഉൾപ്പെടെ, ഖത്തീബുമാർ ഉൾപ്പെടെ എല്ലാവരും ജൂതന്മാരാണ്, കാഫിറുകളാണ് എന്ന് പച്ചയായി പ്രസംഗിച്ചു കിടക്കുമ്പോ നമ്മൾ തിരിച്ചെന്താ പറയണത്? നിങ്ങളും കാഫിറാന്ന? അല്ല, അരുത്, അങ്ങനൊന്നും പറയരുത്. ഇത് പറയേണ്ടത് നമ്മൾ, ഇതൊരു വിശ്വാസിയുടെ ബാധ്യതയല്ലേ? ഈമാനുള്ള, പടച്ചവനെ പേടിയുള്ള, പരലോക ചിന്തയുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യതയല്ലേ ഇത് തിരുത്തി കൊടുക്കൽ? ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മളാരും അവരെ കുറിച്ച് കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ പറഞ്ഞിട്ടില്ല. എത്ര ഗുരുതരമാണിത്! എന്നിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? അത് ചുയലി അബ്ദുള്ള മൗലവിയുടെ ഒറ്റപ്പെട്ടതാണ്. നമ്മൾ ഒറ്റപ്പെട്ടതാണെന്നുള്ളതിന്റെ പരമ്പര പരിശോധിക്കാൻ പോവുകയാണ്. ഇത് ലോകത്ത് തുടങ്ങി വെച്ചതാരാ? ലോകത്ത് തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കളാണ്. നേരത്തെ ഇവിടെ ഉദ്ധരിച്ചു സഹീൽ ബുഖാരിയിൽ നിന്ന്. ഇൻദലഖു ഇലാ ആയാത്, ഖവാരിജിയാക്കളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ആ ആയത്തുകൾ അവരെടുത്തുകൊണ്ട്, ആ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, ആ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഖവാരിജിയാക്കൾ പറഞ്ഞു, മുസ്ലിമീങ്ങളല്ല, മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. ഇത് തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കളാണ്. അതുവരെ സമ്മതിക്കുന്നുണ്ട്, ഖവാരിജിയാക്കൾ തുടങ്ങി വെച്ചൊരു പണിയാണ്. ഇവരുടെ വലിയൊരു നേതാവ് അദ്ദേഹം പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ആദ്യമായിട്ട് ഇത് കേൾക്കൂ. അദ്ദേഹം പറയുന്നുണ്ട്, ഖവാരിജിയാക്കളുടെ സ്വഭാവം എന്താ? അവരുടെ സ്വഭാവമാണ് മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നുള്ള രീതി. ഇവരുടെ വലിയൊരു നേതാവ് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത്, സൗണ്ട് ഇവിടെ കൊടുത്തില്ലേ? ഇവരുടെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു നേതാവാണ് പറയുന്നത്. അദ്ദേഹം പ്രയോഗിക്കുന്നത് ഖവാരിജിയാക്കളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. മുസ്ലിമീങ്ങൾ, ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വന്ന് അവരെ കുഫർ ആരോപിക്കുന്ന രീതി അത് തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കളാണ്. നമ്മളല്ല പറയുന്നത്, അവർ തന്നെ പറയാം. അവരുടെ എത്രയോ പ്രസംഗങ്ങൾ ഇത് കാണാം, അവരുടെ എഴുത്തുകളിൽ കാണാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആരാ ഖവാരിജിയാക്കൾ? ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുമായി കടന്നു വന്ന, ഈ ഉമ്മത്തിൽ അനൈക്യവുമായി കടന്നു വന്ന വിഭാഗമാണ്. ആദ്യത്തെ ഫിർഖത്തുണ്ടായി കടന്നു വന്ന ടീമാണ് ഖവാരിജിയാക്കൾ. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം മുബത്തദികളാണെന്ന് ആ വിഭാഗമാണ് ഖവാരിജിയാക്കൾ. ആ ഖവാരിജിയാക്കളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഖവാരിജികൾ എന്ന് പറയുന്ന കക്ഷി മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ, ഖലീഫമാർക്കെതിരെ, ഖിലാഫത്തിനെതിരെ വാളുയർത്തിയ, മുസ്ലിം പൊതുസമൂഹത്തെ കാഫിറുകളാണ് എന്ന് മുദ്രകുത്തിയ, ജനങ്ങൾക്കിടയിൽ രക്തച്ചൊരിച്ചിൽ വ്യാപകമാക്കിയ വിഭാഗമാണ്. അങ്ങനെ അവർ മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. എന്തിന്? അവരിൽ ചിലർ സ്വയം തന്നെ കൊന്നുകളഞ്ഞു. ഞാൻ ഖവാരിജിയാക്കൾ ചെയ്ത പണി എന്താ? മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. ഇത് ആദ്യമായി തുടങ്ങി വെച്ച് ഖവാരിജിയാക്കൾ. എന്തിനാണ് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നത്? മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ട് അവരെ സമ്പത്തുകൾ കൊള്ളയടിക്കാനും അവരെ കൊന്നുകളയാനും വേണ്ടിയായിരുന്നു ഖവാരിജിയാക്കൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കിയത്. എന്നാൽ പിന്നീട് ആ പണി ഏറ്റെടുത്തതാരാ? ചുയലി അബ്ദുള്ള മൗലവിന്റെ എത്ര മുമ്പുള്ള കഥയായി പറയുന്നത്. ആ പണി പിന്നീട് ഏറ്റെടുത്തതാരാ? വഹാബികളാണ്. നമ്മൾ ആരോപിക്കുകയില്ല. ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ സാവിയിൽ രേഖപ്പെടുത്തുകയാണ്, അഫമൻ സുയ്യിന ലഹു സുഅമലിഹി ഫറആഉ അസന എന്ന ആയത്തിന്റെ
സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ആയത്ത് ഇറങ്ങിയത് അഭിപ്രായമുണ്ട് നസലത്ത് ഫിൽ ഖവാരിജി, ഖവാരിജിയാക്കളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. എന്താ ഖവാരിജിയാക്കളുടെ പ്രത്യേകത? അദ്ദേഹം പറയും യുഹദ്ദിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന, വിശുദ്ധമായ ഖുർആനെയും ഹദീസിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് അവർ. എന്നിട്ടോ വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും, മുസ്ലിമീങ്ങളെ കൊല്ലാം, അവരെ സമ്പത്ത് കൊള്ളയടിക്കാം എന്ന വാദക്കാരാണ് ഖവാരിജിയാക്കൾ. എന്നിട്ട് മഹാറുകൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അതേപോലത്തെ ടീം ഇന്ന് നമ്മളെ നാട്ടിലുമുണ്ട്. യുഖാലു ലഹുമുൽ വഹാബിയ, അവരെ പേരെന്താണ്? വഹാബികൾ എന്നാണ്. സമസ്ത പറയല്ല, സമസ്ത പറയല്ല. നമ്മുടെ പള്ളികളിലും കോളേജുകളിലും ഓതപ്പെടുന്ന ഒരു കിതാബുണ്ട്, തഫ്സീറുൽ ജലാലൈനി. ആ ജലാലിയിലേക്ക് ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ബൃഹത്തായ ഒരു വ്യാഖ്യാനം എഴുതിയ മഹാനാണ് ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ ഇമാമാണ് പറയുന്നത്, ഖവാരിജിയാക്കൾ അതേ പകർപ്പാണ് വഹാബികൾ. യുഖാലു ലഹുമുൽ വഹാബിയ. എന്നിട്ട് അദ്ദേഹം പറയാണ്, യഹ്സബൂന അന്നഹും അലാ ഷൈഇൻ, വഹാബികളെ വിചാരം ഒരെന്തോ സംഭവമാണെന്ന് അവർ വിചാരം. എന്നാൽ അറിയണേ, അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, അവരാരാണ്? കള്ളന്മാരാണ്. നമ്മൾ പറയല്ല, ഇമാം അഹ്മദ് സാവി റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് പറയും, നോക്കൂ നിങ്ങൾ, ഇവര് അവരുടെ അതേ സ്വഭാവക്കാരാണ്. ഖവാരിജിയാക്കൾ അതേ തനി പകർപ്പാണ്. വഹാബികൾ എന്ന് ഇമാം അഹ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്. ശരിയല്ലേ? വഹാബികളുടെ നേതാവ് ഹിജറ 1115 നജിദിൽ ഭൂജാതനായ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഉസ്താദ് പോലും അദ്ദേഹത്തിനെതിരെ കത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. തന്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയാൻ, ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ പറയാണ്, വലാ സബീല ഇലാ തക്ഫീരി സവാദിൽ അഅളം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ കഫറാക്കാൻ ഒരു മാർഗവും നിന്റെ കയ്യിലില്ല, അതൊരു തെളിവുമില്ല. അപ്പണി നീ അവസാനിപ്പിക്കണമെന്ന് സ്വന്തം ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് നിർദ്ദേശം കൊടുക്കുകയാണ്. സ്വന്തം ഉസ്താദ് അവസാനം പുറത്താക്കേണ്ടി വന്നു ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ. കാരണം അദ്ദേഹം ചെയ്ത പണി എന്താ? തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കൽ. അപ്പൊ ഇത് ആര് തുടങ്ങിയതല്ല? ചോയലി അബ്ദുള്ള മൗലവി തുടങ്ങിയതല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ, ഓരോ കാലഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1971 ഇവരുടെ മാസികയാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ പറയും, നോക്കൂ നിങ്ങൾ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 വട്ടം കാഫറാകും. അപ്പൊ കുത്തുബിയത്ത് നമ്മൾ എത്ര വട്ടം വിളിക്കല്? 1000 വട്ടം. അപ്പൊ എത്ര വട്ടം കാഫറാവും? 4000 വട്ടം കാഫറാവും. ഒരു കുത്തുബിയത്ത് കഴിയുമ്പോഴേക്ക് 10 കുത്തുബിയത്തിൽ പങ്കെടുത്ത 40,000 കാഫറായി. ഇതെവിടെയാണ് പറയുന്നത്? ഇവരുടെ മാഗസിനിലാണ് പറയുന്നത്. ഇവരുടെ വലിയ നേതാവായിരുന്ന, ഇവരുടെ പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വം കൊടുത്തിരുന്ന, ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന, പിന്നീട് വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ച ജനാബ് കെ ഉമർ മൗലവി. അങ്ങനെ ഉണ്ടായത് എന്താ കാരണം നമുക്കറിയില്ല. അദ്ദേഹമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു വട്ടം തേടിക്കഴിഞ്ഞാൽ 1971 മാഗസീൻ എന്റെ കയ്യിലുള്ളത്. ഒരു വട്ടം തേടിക്കഴിഞ്ഞാൽ 4 വട്ടം കാഫർ. കഴിഞ്ഞില്ല. എടുത്തോട്ടു 1977 ഘട്ടം ഘട്ടമായിട്ട് പോരാ. അല്ല, 2024 ചൊയലിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായം അല്ല ഇത്. അടുത്തോട്ടു, എന്താണ് മുജാഹിദും സുന്നികളും നമ്മുടെ വ്യത്യാസം പറയാം. വായനക്കാർ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളൊക്കെ ഒരു അപേക്ഷ എന്താ? സുന്നി മുസ്ലിയാക്കളും മുജാഹിദും മൗലവിമാനും തമ്മിലുള്ള തർക്കം, ആ തർക്ക വിഷയം നിസ്സാരമല്ല. അങ്ങനെ ആരും നിസ്സാരമായി കാണണ്ട. ചില ആൾക്കാർക്ക് പറഞ്ഞു അതൊക്കെ ചെറിയ പ്രശ്നമാണ്, അതൊക്കെ നിസ്സാരാണ്, അതൊക്കെ വലുതാക്കണ്ടെന്ന് പറയില്ലേ. അതിന് മുജാഹിദിന്റെ പണ്ഡിതൻ പറയാ അങ്ങനെ നിസ്സാരമായി കാണണ്ട. എന്താ വ്യത്യാസം? അത് വളരെ ഗുരുതരമാകുന്നു. ഇസ്ലാമും കുഫറും തമ്മിലുള്ള തർക്കമാണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം. അപ്പൊ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം, സുന്നികൾ പറഞ്ഞാൽ കാഫർ. അതായത് 1977 ഇവരുടെ മാസിക കഴിഞ്ഞില്ല. 1980 ഒന്നുകൂടി എഴുതി, മക്ബറയിലേക്ക് നേർച്ച നേറുന്നതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, അതിന് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ
വിഡ്ഢിയും അവിശ്വാസിയുമാകുന്നു. വിഡ്ഢിയും അവിശ്വാസി പറഞ്ഞാൽ കാഫറാകുന്നു. അവനെ കൊല്ലൽ നിർബന്ധമാണ്. പിന്നെന്താ അവർ കൊല്ലാത്തത്? എത്ര കടുപ്പുണ്ട്! ഇത് ചെറുതാണോ? ഇതൊരു ചുഴലിയാണോ? ചുഴലിയൊക്കെ കേവലം ഒരു ക്ലാസ്സിലെ ചുഴലിക്കാറ്റ് മാത്രമാണ്. അത്രേ ഉള്ളൂ. ഇത് വലിയ വലിയ തമ്പുരാന്മാർ എഴുതിച്ചതാ. അയാൾ സാധു മുമ്പ് എഴുതിച്ച് കൃത്യമായിട്ട് ഉദ്ധരിച്ചു, അത്രേ ഉള്ളൂ. എത്ര കടുപ്പം നോക്കും നിങ്ങൾ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസിനെ കുറിച്ച് ഇവരുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതി നോക്കും നിങ്ങൾ. 1980 യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവത് നാരായണ ശുദ്ധിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ നമ എന്ന് എഴുതിയിട്ട് ഇതിൽ പറയാണ് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് ഷെയ്ഖ് അവരുടെ തലയിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ തുല്യപ്പെടുന്ന ആരോടാണ്? ശ്രീ ശങ്കരാചാര്യരോടാണ്. ഇതൊക്കെ നിസ്സാരാണോ? മുഅ്മിനീങ്ങളെ, പടച്ചോനെ പേടിയുള്ളവരെ, അള്ളാഹിനെ കുറിച്ച് ചിന്തയുള്ളവരെ ആലോചിക്കുക. മുഹിയുദ്ദീൻ ഷെയ്ഖ് ആരാ? ഇവരെ ഒരു വേള എഴുതിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഇ.കെ. മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് തവാത്തുറാണെന്ന് അൽ-വിലായത്ത് വൽ കറാമയിൽ കെ. മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. വലിയാണെന്നർത്ഥം. ആ മഹാനെ കുറിച്ചാണ് ഇவ்விதം 1980 അൽമനാറിൽ എഴുതി വെച്ചത്. കഴിഞ്ഞില്ല. ഇത് 1985. ഞാൻ വായിക്കാം. ഇതിൽ മഹാനായ ഇ.കെ. ഉസ്താദ്, മഹാനായ മർഹൂം ഷെയ്ഖുന ശംസുൽ ഉലമായ ഇ.കെ. ഉസ്താദിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു നോക്കൂ നിങ്ങൾ. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അത്തഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. വിശുദ്ധ ഖുർആനിൽ ആയത്തോതിട്ട് പേരെടുത്ത് പറയാണ്, നിങ്ങൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. പേരെടുത്ത് പറയണം. 3 പണ്ഡിതന്മാരെ പേരെടുത്ത് പറഞ്ഞു, മുശ്രിക്കാണ്, കാഫിറാണ്. എത്ര ഗൗരവങ്ങൾ 1985. ഇനി കഴിഞ്ഞില്ല. അടുത്തത് 1989. കേട്ടോളൂ. ചുരുക്കത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടുന്നതിൽ കുഫറിന്റെ കാരണങ്ങൾ 4 എണ്ണമുണ്ട്. 1 പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. കുഫറുകളുടെയും ശിർക്കുകളുടെയും കൂടാണിത്. ഇത്രത്തോളം അപകടം നിറഞ്ഞതാണ് ഇസ്തിഗാസ. 1989. കഴിഞ്ഞില്ല കേട്ടോ. അടുത്തത് ഇതാ ഈ കാണുന്നത് കെ. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുള്ള പുസ്തകമാണ്. ഉമർ മൗലവിയുടെ മദ്ഹക്ക് ഇതിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ഉമർ മൗലവി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മദ്ഹക്ക് പറയുന്നുണ്ട്. അതാ രസം. ഇപ്പൊ റബീഉൽ വരാൻ പോകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ ഹല്ലോ ഷിർക്ക്, കുഫർ, ബിദ്അത്ത്, പൈശാചികം, ഡിക്ഷണറിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ്. ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല. ഉമർ മൗലവിയുടെ മദ്ഹ് ഇങ്ങനെ പാടി എന്തൊക്കെയാണ് പാടുന്നത്, അതിനൊന്നൊരു കുഴപ്പമില്ല. എത്ര പാടിയും കുഴപ്പമില്ല, എത്ര പറഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ? അസ്ലംത ലിർറഹ്മാനി മിസ്ല ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. അങ്ങ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ പോലെയാണ്. ആരാ മൗലൂദിലാ? ഉമർ മൗലവിയുടെ മൗലൂദാ. ഒരു കുഴപ്പമില്ല. ഇൻ കുൻത ലാ തദിരിൽ ഹഖീഖത ഫശ്റബൻ മിൻ സൽസബീലിൻ ഫശ്ഫി മിൻ അൻഹാരി. നമ്മളോട് പറയാ, നിങ്ങൾക്ക് ഹഖീഖത്തും മഅരിഫത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്തായി സൽസബീൽ വാങ്ങി കഴിച്ചാൽ മതി. ഏതാ സൽസബീല്? അതപ്പോൾ ഞാൻ നേരത്തെ വായിച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണമെന്ന് 1 വട്ടം തേടിയാ 4 വട്ടം കാഫിറാവും. നല്ല സാധനമല്ലേ? ഹഖീഖത്തും മഅരിഫത്തും കൃത്യമായി കിട്ടും. ഉമർ മൗലവി മരിച്ചപ്പോൾ എഴുതിയതാ. കഴിഞ്ഞില്ല. അയാളെ കുറിച്ച് എന്തൊക്കെ പറയണ. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ വിഷയം മാറിപ്പോകുന്നു പേടിച്ചിട്ടാ. ലാസ്റ്റ് ഇങ്ങനെ ഇസ്തിഗാസയുണ്ട്. യമന്നലൂദു ബിഹി മിനൽ അഹ്വാലി മുതലദ്ദിഅൻ അദ്നു മിനൽ ഖഹാരി. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ബൈത്തുകൾ.
അത് പറഞ്ഞങ്ങനെ നീണ്ടുപോകും. അദ്ദേഹത്തിന് ഞാൻ മലയാളത്തിലുണ്ട്. ഈ മാല ഉണ്ടല്ലോ, നമ്മളെ മുഹീദ്ദീൻ മാല ആയിരിക്കും, ആ മാല പോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ പാടുമ്പോൾ പോലെ തന്നെ മാലയുണ്ട്. അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്, എല്ലാ ഇതിലുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. സ്വർലോകം എങ്ങനെയാണ് എന്താ ഇതിൽ പറഞ്ഞല്ലോ, സ്വർലോകം കൊതിച്ചു പോകവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. സ്വർഗം ആഗ്രഹിച്ചു പോകണം. അങ്ങെങ്ങനെയാണ് ഈ ഭൂമിയിലൊക്കെ ജീവിച്ചു പോയത്? സ്വർഗങ്ങൾ കയ്യിലായിരുന്നു. ആ ശൈലിനെങ്ങനെ? സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കേവേ. സ്വർഗങ്ങളെ കയ്യിന്റെ ഉള്ളിലായിരുന്നു. മുഹിദ്ദീമാല അത്രക്കൊന്നും പറഞ്ഞിട്ടില്ല. മുഹിദ്ദീമാലയിൽ പറഞ്ഞിട്ട് എന്താ, മുഹിദ്ദീൻ ഷെയ്ഖ് എന്ത് പറഞ്ഞെന്താ, എന്റെ മുരീദന്മാരും നരകത്തിലില്ല. ഇത് ഉമർ മൗലവിയോ, സ്വർഗം മൊത്തം ഒരു കയ്യിന്റെ ഉള്ളിലാന്ന് പറയണത്. ആ ഇത് കൃത്യമായി എഴുതി വെച്ചിക്കല്ലേ. ഇതൊക്കെ വരെ മാലകൾ, മൗലൂദുകൾ ഇതൊക്കെ ഇതിലുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പാടിക്കോളി, ഞങ്ങൾക്ക് ഇത് എതിർപ്പൊന്നുമില്ല. മുത്തുനബിയിലും പാടാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല, ഉമർ മൗലവിയിൽ ഇരിക്കട്ടെ. അല്ല, അങ്ങനെ ഓരോരുത്തർക്ക് ഭാഗ്യം കിട്ടണല്ലോ. മറ്റേതായാലും കിട്ടിയില്ല, ഇരിക്കട്ടെ, അതിലേക്കുള്ള വിഷയം പോലില്ല. ആ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുനിന്നുള്ള പുസ്തകത്തിൽ നോക്കും നിങ്ങൾ, EK ഹസൻ മുസ്ലിയാരെ കുറിച്ച് എഴുതുകയാ. ചിലവർ എന്താ അറിയോ, ഞങ്ങൾ വ്യക്തികളെ കാഫർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ശൈഖുന EK ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, അല്ലാഹുവേ അവിടുത്തെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ തോപ്പാക്കണേ റബ്ബേ. ആ മഹാന്മാരോടുള്ള സ്വർഗത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ മഹാനവറുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാൻ, പരിശുദ്ധമായ ദീനിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാൻ, മഹാനായ മർഹൂം CKM സാദിഖ് ഉസ്താദ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഹസൻ മുസ്ലിയാരെ കൂടെ ജീവിച്ച മഹാനാണ്. എൻ്റെ ഭാര്യ പിതാവ് കൂടിയായിരുന്ന ഷെയ്ഖുന മർഹൂം CKM സാദിഖ് ഉസ്താദ്. രാത്രിയൊക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഹസൻ മുസ്ലിയാർ വീട്ടിലെത്തിയാൽ, അല്ലെങ്കിൽ പള്ളിയിലെത്തിയാൽ, അല്ലെങ്കിൽ കോളേജിലെത്തിയാൽ രാത്രി ഉറക്കമില്ല, തഹജ്ജുദിൽ കഴിഞ്ഞുകൂടും. നേരം വെളുത്താൽ കിതാബ് ഓതി കൊടുക്കും. ഉച്ചയാകുമ്പോഴേക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകും. ഇന്നത്തെ പോലെ സംവിധാനമൊന്നുമില്ല, KSRTCക്കോ ട്രെയിനോ കയറിപ്പോകും. രാവും പകലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഹയാത്താക്കി മഹാനായിരുന്നു മർഹൂം EK ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. ഒരു വഹാബിക്കും ഹസൻ മുസ്ലിയാർ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ ഹസൻ മുസ്ലിയാരെ നേരിടാൻ കേരളത്തിൽ ഒരു വഹാബിക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ ഹസൻ മുസ്ലിയാർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇയാൾ പറയാൻ, ഞാൻ ബോംബെയിലായിരുന്നു, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹസൻ മുസ്ലിയാർ വല്ലാത്ത അവസ്ഥയിലാണ്, തിരിച്ചു വരില്ല. അപ്പം ഞാൻ കത്ത് കൊടുത്തയച്ചു. എന്താ കത്തറിയങ്ങൾ? EK ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം. ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, എന്നാ തസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാം. അതിൻ്റെ അർത്ഥം എന്താ? ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളിപ്പോ മുസ്ലിം അല്ല, ഇല്ല, അങ്ങ് മുസ്ലിം ആകുന്നില്ല എങ്കിൽ അങ്ങയോട് പിൻപറ്റിയ ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങള് കാഫറായതിന്റെ കുറ്റം പോലും അങ്ങേറ്റെടുക്കേണ്ടി വരുമെന്ന രീതിയിൽ ഹസൻ മുസ്ലിയാർക്ക് കത്തെഴുതി. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയാണ്, അത് അന്ന് അക്കാലത്ത് വലിയ ചർച്ചയായി. ആകൂലൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് മുസ്ലിം അല്ല. ഏത് സമയത്ത് ഇവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴുള്ള കാര്യമായിട്ട് പറയാം. ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഇവരെന്താ പ്രസംഗിച്ചത്? കോവിഡ് ഉണ്ടായപ്പോൾ ഒരു മൗലവി പ്രസംഗിച്ചെന്തറിയോ? ഈ കോവിഡ് ഉണ്ടാകുന്ന നേരം ഈ മുസ്ലിയാക്കന്മാരൊക്കെ, സമയം പിന്നെ കേൾപ്പിക്കാം, മുസ്ലിയാക്കന്മാരൊക്കെ അല്ല ശരിയാക്കി എത്ര എന്നായിരുന്നു പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഹസൻ മുസ്ലിയാർ വഫാത്തിന്റെ വേളയിൽ കിടക്കുക. അപ്പൊ വലിയ വിവാദമായപ്പോ അതിനെക്കുറിച്ച് ഇയാൾ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഞാൻ എന്തേ അങ്ങനെ പറയാൻ കാരണം, ഹസൻ മുസ്ലിയാരുടെ മതപ്രഭാഷണവും വിശ്വാസ വ്യതിചാലനവും അനാചാര കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫറാണ് എന്നായിരുന്നു. പച്ചക്കൊരു വ്യക്തിയെ കാഫറാക്ക. ആരാണത്? ഹക്കീക്കത്തും കിട്ടിയില്ലേ? മൂപ്പരെ പഠിച്ചോളം പറഞ്ഞില്ലേ? ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് K ഉമർ മൗലവി ഒരു വ്യക്തിയെ അക്കാലഘട്ടത്തിലെ സമസ്തയുടെ സമുന്നതനായ നേതാവായിരുന്ന EK ഹസൻ മുസ്ലിയാരെ കുറിച്ച് പറയുന്നു, പച്ചക്ക് പറയുന്നു, കാഫറാണ് ഞാൻ വിശ്വസിക്കുന്നവർ. സൽസബിയിൽ ഒന്നുകൂടി എഴുതി വെച്ചു. എന്താ ചോദിച്ചറിയോ? ഹസൻ മുസ്ലിയാർ കാഫറാണ്, സംശയിക്കുന്നവനും കാഫറാണ്. ഇവരൊന്നും ആലോചിക്കാലല്ലോ. എന്നിട്ട് ഇപ്പൊ പറയാ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് ചുഴലിക്ക് പറ്റിയതാണ്.
ചൊഹിലിയല്ല, അതിൽ വലിയ കൊടുങ്കാറ്റങ്ങൾ, അത് ചെറുതാണ്. കഴിഞ്ഞോ? എന്നിട്ട് അദ്ദേഹം തെളിവറ നോക്കൂ. നിങ്ങൾ അസംമുസ്ലിയാരെ കാഫറാക്കി തെളിവറിട്ട് പറയണേ, മുസ്ലിയാരെ ഒന്നുകൂടി കേട്ടോളൂ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു. ഇപ്പോൾ വലിയ തങ്ങന്മാരൊക്കെ പറയില്ലേ, നമ്മൾ മക്കാമിലൊക്കെ പോയിട്ട് നമ്മളെ പരിപാടി തുടങ്ങുന്നതൊക്കെ സിയാറത്തെല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ ആ തങ്ങന്മാരൊക്കെ കാഫറായി. അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. ഇയാൾക്ക് പൂതി തീരാൻ എന്താ ഒരു മനുഷ്യന് കാഫറാണിന് പരിധില്ലേ? എം ടി അബൂഖുർദാരി അമീദ് കൊണ്ടിരിക്കുന്നുണ്ട്. 1000 വട്ടം നല്ലത് എത്ര വട്ടം കാഫറായിട്ടുണ്ടാവണല്ലോ. എത്ര തെളിവ് അവരൊക്കെ ഉദ്ധരിക്കാറുള്ളത് നിങ്ങൾ നോക്കി, നിങ്ങൾ കേട്ടോളൂ. ഇങ്ങനെ പറയണോ, അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവരും കാഫറാകുന്നു. അസംസ്ലിം കാഫറാണ്, അസംസ്ലിം 1 വട്ടം പിന്നെ 3 കാഫറാണ്, 1000 വട്ടം കാഫറാണ്. അവരോട് അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരും അവരെന്നെ കാഫറാകുന്നു. എന്നിട്ട് ഇവരിപ്പോ പറയാ ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. എല്ലാം മുജാഹിദീൻ പ്രസംഗത്തിൽ പതാ. ഇന്നലെ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതാവ് പ്രസംഗിച്ചു, എല്ലാവർക്കും ഇയാൾ ബാധകമാണ്, കാരണം ഇത് കബലൽ ഫിറാഖാണ്. മുജാഹിദുകൾ പരസ്പരം ഭിന്നമാകുന്നതിന് മുമ്പുള്ളതാണ്. ഇത് 1993 സൽസബിയിലാണ്. എത്ര എന്നുള്ളത് ഇതിൻ്റെ ഒരുപാടുണ്ട്, ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ തീരില്ല. എന്നിട്ട് പറയാൻ ഇത് ചൊയ്ലിയുടെ ഒരൊറ്റപ്പെട്ട അഭിപ്രായമാണ്. അല്ലല്ലോ, ഇത്ര കാഫറാക്കുന്നില്ല, ഇത്ര വേദന ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. നമ്മളെ കാഫറാക്കുമ്പോൾ വേദന അവർക്കറിയില്ല, ഓരോന്ന് കാഫറാക്കി വേണം. ബാലുശ്ശേരിനെ മുജാഹിദിൽ മറുപടി ഭാഗം പറഞ്ഞു കാഫറാണ്. അപ്പം അയാളെ കരച്ചിലിട്ടോളി. അയാൾ പറയാ ഈ തൗഹീദ് പറഞ്ഞു നടക്കണം, എന്നെ കാഫറാക്കി, എന്താണ് ഈ കേൾക്കുന്നത്, എന്താണ് ഈ കേൾക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടായിരുന്നില്ല. കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്നമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി. ഓ, എന്താ പ്രശ്നം? കേന്നമുകാര് മൂപ്പരെ കാഫറാന്ന് വിളിച്ചോണ്ട് നിങ്ങൾ പടച്ചോനെ പേടിച്ചോളിയും. അസമൂല്യർ കാഫറാക്കി ഒരു കുഴപ്പമില്ല. കേരളത്തിലെ സമസ്തക്കാരെ മൊത്തം കാഫറാനും കുഴപ്പമില്ല. പിന്നെ മൂപ്പരെ കാഫറാക്കി നിങ്ങൾ എന്തായിക്കോളി, പടച്ചോനെ പേടിച്ചോളി. നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു കേനമരോടെ പറയണത്, ഞാനൊക്കെ എത്ര തൗഹീദാ പറഞ്ഞ എന്നൊക്കെ കാഫറാക്ക് നാണല്ലേ. റബ്ബ് തിരിച്ചു കൊടുത്തതാണേ, തിരിച്ചു കൊടുത്താണ്. കാരണം ഇയാൾ എന്താ അറിയോ, എന്നാ ഇയാൾ ഒതുങ്ങിയിരിക്കണ്ടേ. ഇയാൾ പറഞ്ഞ മർക്കസ് ദേവക്കാർ മൊത്തം കാഫറ നല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇപ്പൊ സ്വർഗത്തേക്ക് പാരാണ്ടാകാ. നമ്മളൊക്കെ എന്തായി 1000 വട്ടം 30,000 വട്ടം കാഫറായി പോയി. പിന്നെ കുറച്ച് സ്വർഗത്തേക്ക് പോകാൻ ഉണ്ടായിരുന്ന ഇപ്പൊ ആരായിരുന്നു? ഈ മുജാഹിദീങ്ങളായിരുന്നു. അതിലിപ്പോ കേനമൂർ പറഞ്ഞ ഇവരായാലും കാഫറാണെന്ന്. അവരെ കുറിച്ച് ഇവരാണോ ഓരും കാഫറാണ്. ഞാൻ മർക്കസ് ദേവയെ കുറിച്ച് പറയണോ, മറ്റൊരു ടീമുള്ളതാണ് മർക്കസ് ദേവ. ആ ടീമിനെ കുറിച്ച് ഇയാൾ അഹായത്തോതി കൊണ്ട് പറയുന്നുണ്ട്, അള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാഫറാണെന്ന്, ആ മുശ്രിക്കാണെന്ന് അള്ള പറഞ്ഞു. അതിലും പറഞ്ഞ് വേറെ തെളിവൊന്നും വേണ്ടല്ലോ. കേട്ടോളൂ. അവർ പറയുന്നു, ആര്? ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം, അതാ ഉദാഹരണം മർക്കസ് ദേവ കണ്ടോ, ആയത്തോതിട്ട് പറഞ്ഞോ, ഉദാഹരണം മർക്കസ് ദേവ. ഇനി അവരെ കുറിച്ച് അള്ള എന്താ പറയണത് കേട്ടോളൂ. നിങ്ങൾ, ഞാൻ ഇത് വെറുതെ പറയല്ല, അവരിൽ ഒരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു. അവർ മുഅ്മിനുകളല്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. ആരെ കുറിച്ചിട്ട്? മർക്കസ് ദേവനെ കുറിച്ച് ആയത്തറിയിക്കണേ. അമാ ഉലായിക ബിൽ മുഅ്മിനീൻ. എത്ര എളുപ്പമുണ്ട് പരിപാടി നിങ്ങള്. നേരെ കൊണ്ടുപോയി വല്ല കുട്ടികൾ നഴ്സറി ചേർത്തും പോലെ കൊണ്ട് ചേർത്താണ്. ഒരു മുഅ്മിനീങ്ങളല്ല, നരകത്തിലാണ്. എത്ര എളുപ്പമുണ്ട് പരിപാടി. എന്നിട്ട് മൂപ്പരാക്ക് അറിഞ്ഞത് എന്തോ പറഞ്ഞിട്ട് എന്നെ കാഫറാക്കി. മർക്കസ് ദേവ പറഞ്ഞ ചെറിയ വിഷയമൊന്നുമല്ല. CP ഉമർ സുല്ലമിയെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്ത് ഇയാളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട CP ഉമർ സുല്ലമി നേതൃത്വം നൽകുന്ന വിഭാഗമാണ് മർക്കസ് ദേവ. ആ വിഭാഗത്തെ കുറിച്ച് അള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല കാഫിരീങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു.
എത്ര കടുപ്പുണ്ട ഈ വാക്കുകളാണ്. ഇനി ജോയിൽ പറഞ്ഞേക്കും കിടക്കാം. ജോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എത്ര കടുപ്പത്തിലെ പ്രയോഗങ്ങളാണ് ജോയിൽ അബ്ദുള്ള പോലും നടത്തിയത്. മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നു, അവർ കാഫിറുകളാണ്, അവർ മുശ്രിക്കുകളാണ്. ആളെ കെട്ട കണ്ട വലിയ സംഭവം തോന്നും, ഇതിൽ തൊപ്പിയാണ്, ചിലപ്പോൾ വലിയ കെട്ട കെട്ടിയിട്ടാണ് കാര്യമുള്ളത്. കെട്ടുന്ന ഇവർക്ക് വിധേയത്താണേനും. ഇതൊക്കെ ഒരു വൈരുദ്ധ്യമാണ്, ആകെപ്പാടൊരു വൈരുദ്ധ്യമാണ്. പറയട്ടെ, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ആരെ? സുന്നികളെ കുറിച്ച് പറയാം, വല്ലാഹി ഇവരല്ല, മുസ്ലിമീങ്ങളല്ല. അവർ നിസ്കരിക്കും, ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. എന്ത് മഹല്ല് പള്ളിയിൽ കയറിയിട്ട് ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല? ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിച്ചു, ഇവരെ കെട്ട് നല്ലെങ്കിലും അങ്ങനെ തന്നെ വേണ്ടത്. കാരണം എന്താ, മുജാഹിദ് ഒന്ന് തുറന്ന് നിസ്കരിക്കണ ആരാണ്? പള്ളിയത്തെ ഇമാമത് ആരഞ്ഞ് പറയുന്നുണ്ട്, സാമ്യാണരുണ്ട്. ഇവർ കെട്ടണ എങ്ങനെ? അല്ലാഹു അക്ബർ, നിസ്കാരം ശരിയിലോട്ട് അപകടം പിടിച്ച നിസ്കാരമാണെന്നാ. കാരണം സാമിയല്ല തുറന്ന് നിസ്കരിക്കണേ. നിങ്ങളല്ലേ ഈ കെട്ട് എവിടെ കാണല്? ഈ കെട്ട് സാധാരണ എവിടെ കാണല്? ട്രാൻസ്ഫോറിന് മുന്നിൽ കെട്ടാണ്, പിന്നെ ഗ്യാസ് കൊണ്ടൊരു ബേക്കിലേക്ക് കെട്ടാണ്. എന്തിനായി കെട്ട്? ട്രാൻസ്ഫോറിന് മുന്നിൽ എന്തിനായി കെട്ട്? അവിടെ പോയി തൊടാൻ പാടില്ല, ഈ ടീമിനെ തുടരാനും പാടില്ല. രണ്ടും കറക്റ്റാ. ശരിക്കും അപകടമല്ലേ ഈ സാധനം? നോക്കുന്നത് മഹല്ല് പള്ളിയിലെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. ബാക്കി ഏറ്റവും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ഈ അർത്ഥതോ, ഞങ്ങള് ബീഫും ചിക്കനൊക്കെ വേറെ നാട്ടിലേക്ക് പോകേണ്ടി വരും. ഈ അറക്കണതാരാ? ഒട്ടുമിക്ക മഹലിലും മോരിനറക്കണം, പോത്തിനറക്കണതാരാ? മൊല്ലാക്ക രാത്രി എന്താ പണി? യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. സുബഹി കഴിഞ്ഞാലോ പോയിട്ട് അറക്കണം. ഇവര് എന്താ കഴിക്കാം? അല്ല, ഇവർ വരാതിരി നമുക്ക് സന്തോഷമുള്ളൂ. അല്ല, അങ്ങനെ ആണെങ്കിൽ ഈ ലൈനാണ് ഇവർ സ്വീകരിക്കുന്നത്. പിന്നെ എന്തിനാ ഇവർ വരുന്നത്? എത്ര വലിയ പ്രയോഗം ഉപയോഗിച്ച് നോക്കുന്നത്, എത്ര വിഷമുണ്ടതില്. നമ്മളൊക്കെ ഷിയാക്കളാണ്, ഷിയാക്കളൊക്കെ ജൂതന്മാരാണ്, കാഫിറുകളാണ് എന്നാണ് ഇയാൾ മൊത്തം വാദം. ഇത് കേട്ടോളൂ, ഇയാൾ നിർത്തുന്നില്ല. ഇയാൾ പറയുന്നത് നോക്കും നിങ്ങൾ, ഇവിടുത്തെ മുദരിസമാരും കാളിമാരും ഒക്കെ ജൂതന്റെ ആൾക്കാരാണ്. ഇനി പള്ളിക്കത്തെ ഇമാമിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ആരും ധൈര്യപ്പെടുന്നും വേണ്ട, സമാധാനിക്കും വേണ്ട, എല്ലാവർക്കും ഉണ്ട്. പള്ളർച്ച നോക്കണം. ഞാനും നമ്മളെ ഒഴിവാക്കിയാൽ വിഷമിക്കണ്ട. ഇപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്ത് പറ്റൂ ഇല്ല നമ്മളെ പറയാറുണ്ടെന്ന് ആ സംഘാർക്കും വേണ്ട, എല്ലാവർക്കും ഉണ്ട്. കേട്ടോ, ഇവിടെയാണ് ഇവിടുത്തെ ഷീഇ മൊല്ലന്മാര്, ജൂതന്റെ ആൾക്കാരായ ഇവിടുത്തെ കാളിമാര്, ഖത്തീമാര്, മുദരിസുമാര്, മൗലാനമാര്, ഷെയ്ഖുരമാര്, കാസിമിയാക്കള്, ബാക്കവിയാക്കള്, അസരിയാക്കള്, ഞാരേലും വിട്ടുകൊണ്ടോ നോക്കണിട്ടില്ലേ? അടുത്ത പ്രശ്നത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഫൈസിയാക്കള്, അങ്ങനെ പിന്നെ സക്കാഫിയാക്കള്, അങ്ങനെ ഇത് അബൂ താലിബിന്റെ അനുയായികൾ, അബൂ താലിബിൽ നിന്ന് അബൂജഹിലൂടെ പാരമ്പര്യം കിട്ടിയവർ. ആരൊക്കെ? ഇവിടുത്തെ കാളിമാര്, ഇവിടുത്തെ മുദരിസുമാര്, ഇവിടുത്തെ ഇമാമുമാര്, ഇവിടുത്തെ മുക്രിമാര്, ഫൈസിമാര്, ദാരിമാര്. അയാൾക്ക് അറിയുന്ന ബിരുദക്കാൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പറഞ്ഞപ്പോൾ എൻ്റെ അക്ഷരത്തേക്ക് കുട്ടികളിൽ സങ്കടമൊക്കെ ഉണ്ട്, പ്രതിഷേധം അറിയിക്കുകയാണ്. അത് പറയാത്തോണ്ടായിരിക്കും, ഞങ്ങൾ ചെറിയ ബിരുദക്കാരല്ലേ, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഒട്ടുമിക്ക അദ്ദേഹത്തിന് അറിയുന്ന എല്ലാവരും ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ അബൂജഹലിന്റെയും അബൂ താലിബിന്റെ പിൻഗാമികളാണ്. ആലോചിക്കും, എന്താണ് ഈ പറയണതൊക്കെ? എത്ര വേദനയുണ്ട് നമുക്കതൊക്കെ പറയുമ്പോൾ. എൻ്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചോദിക്കട്ടെ, കുഴപ്പമില്ല വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ കണ്ടല്ലോ, വിചാരിത് കുഴപ്പമില്ല, അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഓലൊക്കെ ഒന്ന് ആലോചിക്കും, എന്താണ് ഈ പറഞ്ഞത്? ആരാ കാളിമാരും ബാരക്കപ്പെട്ടു? ഇവിടെ എത്ര വലിയ കാളിമാരോട് ജീവിച്ചു പോയില്ലേ? കോഴിക്കോട് കാളിയെ പോലെയുള്ള, കാളി മുഹമ്മദിനെ പോലെയുള്ള, അവിടെ നിന്നിങ്ങോട്ട് പോന്നാൽ നമ്മൾ ഇന്നലകളിൽ നേതൃത്വം കൊടുത്ത കാളിമാർ, ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കാളിമാർ, അവരൊക്കെ ഇയാളെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ അബൂ ജഹലിന്റെ, അബൂ ലഹബിന്റെ, അബൂ താലിബിന്റെ പിൻഗാമികളാണ്, ജൂതന്മാരാണ്, കാഫിറുകളാണ്. ഈമാനുള്ളവർക്ക് പിന്നെ എങ്ങനെ ഇവരോട്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ഗൗരവമാണ് എന്നിട്ട് പറഞ്ഞു കേട്ടോ നിങ്ങൾ. ഇവർ പറയാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. RSS അത്ര വലിയ ശത്രുവല്ലത്രേ.
BJP അത്ര വലിയ ശത്രുവല്ലത്രേ. ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇവിടുത്തെ സമസ്തക്കാരാണ്. പറയട്ടെ, ആലോചിച്ചിട്ടുണ്ടോ? ഈ ജനതയെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ എവിടെ കിടക്കുന്നു, ഈ ജനത എവിടെ കിടക്കും? ലോകത്ത് ഖുർആനിന് ഏറ്റവും വലിയ ശത്രു സമസ്തയാണ്. കണ്ടോ? ഖുർആന് ഏറ്റവും വലിയ ശത്രു ആരാണ്? സമസ്തയാണ്. നമ്മൾ ഖുർആൻ ഏറ്റവും വലിയ ശത്രുവാണ്. RSS അല്ല, BJP അല്ല. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. RSS BJP യുക്തിവാദി നിരീശ്വരവാദി ഒന്നല്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രു കേരളത്തിന്റെ സമസ്ത. കേരളത്തിലെ സമസ്തയാണ് ഖുർആന്റെ ഏറ്റവും വലിയ ശത്രു. ആദർശ ക്യാമ്പയിനിൽ മതിയാക്കണോ? ഇത് തുടരണ്ടേ? ഇത് പറയണ്ടേ? നമ്മുടെ ബാധ്യതയല്ലേ? എന്താണ് ഇതൊക്കെ പറയണത്? ഇതൊക്കെ പച്ചക്ക് ഏതിലെ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിച്ചതല്ല. വലിയ മൈക്ക് കിട്ടിയിട്ട് 100 കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചതാണ് കേരളത്തിലെ സമസ്തക്കാർ. RSSനേക്കാൾ ഗൗരവമാണ്, BJPയേക്കാൾ ഗൗരവമാണ്. ഇത്ര ഗൗരവങ്ങൾ അലിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവിടുത്തെ സുന്നികൾക്ക് ഖുർആൻ തൊടാൻ പോലും അധികാരമില്ല. തൊടണമെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് വരണം. ഇസ്ലാമിലേക്ക് വന്നിട്ട് ഖുർആൻ തൊട്ടാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളപ്പോ ഇസ്ലാമിന് പുറത്താണ്. പിന്നെ എല്ലാവരും പോരത്, എല്ലാവർക്കും കൂടെ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. ആരും പോകാൻ പാടില്ല. അത് വന്ന് പറയണത് നമ്മൾ തയ്യാറാക്കിയ ഭക്ഷണങ്ങളൊക്കെ വാങ്ങാൻ പോയാൽ വേസ്റ്റ് ആവില്ലേ? നമ്മൾ ഈ 2 മണി നീണ്ടുകൊണ്ടാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചത്. അല്ല, നമ്മളെ പരിപാടിക്ക് വരാൻ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം പ്രചരണം നടത്തിയപ്പോൾ എത്ര ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൽ നമുക്ക് ചുഴലിയോട് വലിയ കൃതജ്ഞത രേഖപ്പെടുത്താണ്. അല്ല, നമ്മൾ രേഖപ്പെടുത്തേണ്ടതോ അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അല്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്കാനും സഹകരിച്ചു കൊടുക്കാം. ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരൊന്ന് പുറത്ത് നടക്കുന്നത്. എത്ര ഗൗരവം നോക്കുന്നത്! ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഇവിടുത്തെ സുന്നികൾ മുസാഫ് തൊടാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല. കേൾക്കുന്നു? നിങ്ങൾക്ക് അതിന് അവകാശമല്ല. തൊടാൻ അവകാശമല്ല. ഖുർആൻ കൈകൊണ്ട് തൊടാൻ നിങ്ങൾക്ക് അവകാശമല്ല. നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഖുർആൻ തൊടാൻ അവകാശമില്ല. നമ്മളെ കുറിച്ച് പറയാം. എൻ്റെ മുഅ്മിനീങ്ങളെ, പടച്ചോന് പേടിയുള്ളവര്, എന്താണ് ഇതൊക്കെ പറയണത്? എത്ര വിഷമുണ്ട് ഇതൊക്കെ പറയാനാണ്. നമ്മളെ ഉസ്താദുമാരെ കുറിച്ച് ഇനി മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പേരെടുത്തിട്ട് പറയണേ, സയ്യിദ് ജിഫ്രി തങ്ങളെക്കാളും കുറച്ച് നല്ലത് അബൂജഹലാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ചുഴലിക്കാറ്റാണെന്ന് ആലോചിക്കുക. എന്താണ് ഇതൊക്കെ കേൾക്കുന്നത്? ഒരു സയ്യിദും ഒരു ആലിമുമായ ഒരു മഹാനെ കുറിച്ച് പറയാം. 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച് പറയാം. ഒരു ദിവസത്തിൽ എത്രയോ കിതാബുകൾ ഓതി കൊടുക്കുന്ന ഒരു വലിയൊരു സയ്യിദിനെ കുറിച്ച് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ആലോചിച്ച് നോക്ക്. അബൂജഹൽ പോലും സമ്മതിച്ച കാര്യം ഇവര് സമ്മതിച്ചു കൊടുക്കില്ല പറഞ്ഞാല് ചിന്തിക്ക് മനുഷ്യരെ. അബൂജഹലിനോട് നബി ചോദിച്ച പറയാ, അല്ലയാണ്, ഒരു സംശയം ഞങ്ങൾക്കില്ല. ഇനി നിങ്ങൾ പറയൂ, ഇനി എന്റെ ചോദ്യമാണ്, അബൂജഹലിനാണോ കുറച്ചുകൂടി ബെറ്ററായ ഈമാൻ ഉള്ളത്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ? എന്താ ചോദ്യം? അബൂജഹലിന്റെ ഈമാനാണോ കുറച്ചുകൂടി നല്ലത്, ജിഫ്രി തങ്ങളുടെ ഈമാനോ കുറച്ചുകൂടി നല്ലത്? അപ്പൊ ഇവർ ആരെ വെള്ളപൂഷണത്? ഇവർക്ക് ഇപ്പൊ ആരപ്പോ വേണ്ടത്? അബൂജഹലിനെ. നമ്മളൊക്കെ കാഫിർ. പിന്നെ ഇപ്പൊ കൂട്ടത്തിൽ കൂടാൻ പറ്റിയപ്പോ ആരാളുള്ളത്? അബൂജഹൽ. ഒത്തിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞില്ല ചക്കിക്കൊത്ത, ഞാൻ പറയണില്ല, അങ്ങനെ പറയാറുണ്ട് നാട്ടിലൊക്കെ. എത്ര വലിയ പ്രയോഗമാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കൊണ്ടോ, അബൂജഹലിന്റെ ഈമാനാണോ ബെറ്റർ, സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈമാനാണോ നല്ലത്? പറയട്ടെ. ആർക്കാ പറഞ്ഞില്ലേ? ആർക്കാ? സദസ്സിനോട് ചോദിക്കുക. ആർക്ക്? നിങ്ങൾ പറയും ആർക്കാണ്? സദസ്സിൽ കുറച്ചൊക്കെ അന്തള്ളവരൊക്കെ ഉണ്ടാവില്ല, ഒരു മുണ്ടാതിരിക്കുക. അപ്പൊ ഇയാൾ വീണ്ടും ചോദിക്കുക ആർക്കാണ്, എന്നിട്ട് അയാളുടെ ഉത്തരം പറയാം. അബൂജഹലിന് അല്ലേ? പക്ഷെ അബൂജഹലിന്റെ ഈമാൻ പെർഫെക്റ്റ് ആണോ? കണ്ടോ? അബൂജഹലിന്റെ ഈമാനാണ് ആരേക്കാൾ നല്ലത്? അബൂജഹലിന്റെ ഈമാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും എന്നാലും ജിഫ്രി തങ്ങളെ അഭിഷേകുമ്പോൾ ആരാ നല്ലത്? എവിടേക്കെത്തി? ഇനി നിങ്ങൾ കേക്ക് കഴിഞ്ഞിട്ടില്ല.
സഹാബത്തിനെ കുറിച്ച് പോലും അവർ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ എത്രയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തുള്ള മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്ന ശൈലി എത്രയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ, ചൊല്ലി പറയാം, മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അവരോട് ഉപമിക്കാൻ ഏറ്റവും നല്ലത് കേരളത്തിലെ കാഫിറുകളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല. കാരണം അവരെ കുറച്ചുകൂടി നല്ലതാണ്. അബൂജഹൽ ഉപമിക്കാൻ ഏറ്റവും നല്ലത് ആരോടാണ്? സമസ്തക്കാരോടാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളായ സമസ്തക്കാരോടാണ്. പറയട്ടെ, മക്ക മുശ്രിക്കുകൾ കേരള മുസ്ലിമീങ്ങൾ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. എന്താണ് ഇതൊക്കെ ഇവർ പറയുന്നത്? പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമുഖീകരിച്ച ഖുറൈശി സമൂഹം നമ്മൾ ഈ കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ചാൽ ആരുടെ കൂട്ടത്തിലാണ് കൂട്ടാൻ പറ്റുക? ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ കൂട്ടാൻ പറ്റുമോ ഖുറൈശികളെ? ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ കൂട്ടാൻ പറ്റുമോ ഖുറൈശികളെ? ഇല്ല, ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഒന്നിച്ചേ കൂട്ടാൻ പറ്റുള്ളൂ. മക്കയിലെ മുശ്രിക്കുകളെ ഖുറൈശികൾ ആരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുള്ളൂ? ഇത് പണ്ട് സൽസബിൽ തന്നെ അയാൾ, ഞാൻ പറഞ്ഞ ചുയലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉമർ മൊലി എഴുതിച്ചു, കേരളത്തിലെ സമസ്തക്കാർ 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ്. എന്നിട്ട് കുറച്ചുകൂടി മെച്ചോലാണ് എന്ന് പറഞ്ഞാൽ, തേദിന കാലത്ത് ആരാ അറിയണം സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ ആരാ? അന്നത്തെ പ്രസിഡന്റ് ആരാ? മഹാനായ മർഹൂം കണ്ണിയത്ത് ഉസ്താദ്. അന്നത്തെ സെക്രട്ടറി ആരാ? ഷെയ്ഖുനാ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്. അന്ന് ബഹുമാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. എന്നിട്ട് പറയാ, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചാലും ആരും ഉൾക്കൊള്ളാൻ പറ്റൂല, സമസ്തക്കാർ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉത്തുബത്തിനെ അംഗീകരിച്ചാലും കണ്ണിയത്തിനെ അംഗീകരിക്കൂല. അബൂജഹൽ ഓക്കെ ആണെങ്കിൽ അബൂബക്കർ മുസ്ലിയാർ പറ്റൂല. ഷൈബത്തിനെ സംബന്ധിച്ചാലും ശിഹാബ് തങ്ങളെ 4 അയലത്തടുപ്പിക്കാൻ പറ്റൂല. അക്കാലത്ത് എഴുതി വെച്ചതാ. ഇത്ര വേദന നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയാൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, സഹാബത്തിനെ കുറിച്ച് പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ 2ാമതൊരു ഹജ്ജിന് പോയപ്പോ പോകാൻ തീരുമാനിച്ചു, പിന്നെ പോയില്ല. എന്താ പോരെന്നറിയോ? നബിന്റെ കൂടെ കുറെ ആൾക്കാർ പോരും, ഓലൊക്കെ പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാരാണ്. ആരാ നബിന്റെ കൂടെ ഹജ്ജിന് പോരാ? അബൂജഹൽ പോകും. അപ്പൊ സഹാബാക്കളെ കൂടെ ഇങ്ങനെ കുറച്ച് വാദക്കാരൊക്കെ ഉണ്ട്, ഓരിങ്ങനത്തെ ആൾക്കാരാണ്. അത് പേടിച്ചിട്ട് നബി ഹജ്ജിന് പോലും പോയില്ല. എവിടേക്ക് എത്തി? സാധാരണ പറഞ്ഞ കൊത്തി കൊത്തി എന്ന് പറയാറുണ്ട്. ആ പറയുമ്പോൾ കുട്ടികളും ബാക്കിയൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങി അവിടെ വെച്ചോളൂ കേട്ടോ, ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റയുടെ 8ാം കൊല്ലം, റസൂലുള്ളാഹി തങ്ങൾ 9ാം കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് വേണ്ടി തീരുമാനിച്ചു. ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഹിജ്റയുടെ 9ാം കൊല്ലം, മക്കം ഫത്തഹിന് ശേഷം 8ാം കൊല്ലമാണ് മക്കം ഫത്തഹ്. 9ാം കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അശബുകൾക്ക് പെട്ടെന്ന് ആ പോക്ക് ക്യാൻസലാക്കി. എന്താ കാര്യം? ആ ഹജ്ജിൽ നബി തങ്ങളോടൊപ്പം പാരമ്പര്യ മുസ്ലിമീങ്ങൾ പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. നബി തങ്ങൾ അറിഞ്ഞു. പാരമ്പര്യ മുസ്ലിമീങ്ങൾ നബിന്റെ കൂടെ ഹജ്ജിന് പോകുമെന്ന് പേടിച്ച് നബി തങ്ങൾ ഹജ്ജ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ്, ഇന്ന് ഹജ്ജിന് വരുന്നവർ കൂടുതലും ഷിയാക്കളാണ് വരുന്നത്. ഒട്ടുമിക്ക ഹജ്ജിന് വരുന്ന ആൾക്കാർ ആരാണ്? ഷിയാക്കളാണ്. മുവഹിദീങ്ങൾ വളരെ കുറച്ചുള്ളൂ. കാരണം ഇയാളെ ഭാഷ പ്രകാരം ഇപ്പൊ ആരോ മുവഹിദുള്ളൂ? മുജാഹിദിന് മൊത്തല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ അയാളെ പറഞ്ഞ വാദത്തിനെ അയാൾ വലിയ ഇഖ്ലാസോടെ പറയണ, തെറ്റിദ്ധരിപ്പിക്കരുത്. ആര് മാത്രമേ ഉള്ളൂ ഇയാളെ വാദപ്രകാരം? കേന്നമുകാർ മാത്രമേ ഉള്ളൂ. ഇയാൾ കേന്നമിന്റെ ആളാട്ടോ. കേന്നമുകാർ മാത്രമേ മോഹിതുള്ളൂ. ബാക്കിയുള്ളൊക്കെ ഷിയാക്കളാണ്, ജൂതന്മാരാണ്, കാഫറുകളാണ്. കേട്ടുള്ളൂ. ഓർഡർ എന്നുവെച്ചാൽ ഷിയാക്കൾ ഒരിക്കലും ഹജ്ജിന് വരാൻ പാടില്ല. സൗദി ഗവൺമെന്റ് അത്ര വലിയ ധൈര്യമൊന്നുമില്ല പറയാൻ. സൗദി ഗവൺമെന്റ് ഓർഡർ എന്നുവെച്ചാൽ ഷിയാക്കൾ ഒരിക്കലും ഹജ്ജിന് വരാൻ പാടില്ല. സൗദി ഗവൺമെന്റ് അത്ര വലിയ ധൈര്യമൊന്നുമില്ല പറയാൻ. സൗദി ഗവൺമെന്റിന് 50 ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ 30 ലക്ഷം ഹാജിമാരുണ്ടെങ്കിൽ അതിൽ 29.25 ലക്ഷവും ഷിയാക്കളാണ്. കണ്ടോ എത്ര? 30 ലക്ഷം ആൾക്കാർ ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ 29.25. പണ്ട് ലേലം വിളിക്കും പറയാറുണ്ട് 2 വട്ടം, പിന്നെ 2.5 വട്ടം, പിന്നെ 2.25 വട്ടം, പിന്നെന്താ പറയും 2.25 അരക്കാൽ വട്ടം പറയാറുണ്ട്. ആ വട്ടപ്പ പറയണത് 29.25 ആൾക്കാരും എന്തെന്നെയാണ്? ഷിയാക്കളാണ്, ജൂതന്മാരാണ്. പിന്നെ കാരണം പിന്നെ ഇവരെല്ലാം ആകുള്ളൂ. തൗഹീദിന്റെ ആൾക്കാർ ആരുള്ളൂ?
എല്ലാ രാജ്യത്തും ഒരു മുഷിരിക്കാണ്. ആകെ കേരളത്തിൽ നല്ല തൗഹീദിന് ആൾക്കാർ പോണുള്ളൂ. അപ്പം അത്രയും ഉണ്ടാകാൻ സാധ്യമല്ല, മുക്കാലിന്റെ കാലുണ്ടാകാൻ സാധ്യമല്ല. എന്താണ് ഈ പറയണത്? ഇത് മറ്റാളും പറയുന്നുണ്ട്, ഇയാൾ KNM ആണെങ്കിൽ മറ്റാള് മറ്റേ ടീമാണ്, വിസ്ഡം ഗ്രൂപ്പാണ്. രണ്ടും ഇരിക്കട്ടെ. അല്ലെങ്കിൽ മറ്റൊരു പറയും കൊടുക്കട്ടെ നല്ല കൊടുക്കട്ടെ, ഞങ്ങൾക്ക് പതകല്ല രണ്ട, മറ്റാളൊപ്പം ഇരുന്നോട്ടെ. ബാലുശ്ശേരി പറയുന്നുണ്ടെങ്കിൽ മിനയിൽ ദുരന്തം ഉണ്ടായി. അയാൾ പറയാം ശ്രമിക്കുക, എന്താണ് അവിടെ ഇടക്കിടയ്ക്ക് ദുരന്തം ഉണ്ടാകുന്നത്? അവിടെ വരുന്ന ഹജ്ജിന് വരുന്ന മുസ്ലിമീങ്ങളല്ല. അതത്ര ദുരന്തം ഇടക്കിടക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാം. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കണ്ടോ, മിനയിൽ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ നടക്കുന്ന ഹജ്ജ് ഇസ്ലാമികല്ല. ഇസ്ലാമിന്റെ ആൾക്കാർ ഇപ്പൊ എത്ര ഉണ്ടാവും അവിടെ വരുന്നത്? ഇവരെന്ന് പറയട്ടെ. മനസ്സിലായില്ല. നേരെ പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല, വലിയ ഗൗരവമുള്ള കാര്യമല്ലേ. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹൽ അവിടെ ഹജ്ജ് ചെയ്യുന്നു. മരിച്ചുപോയി അബൂജഹലൊക്കെ ഹജ്ജിന് വരുന്ന. അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഒരു കഴിവില്ല, അബൂജഹൽ വലിയ കഴിവാന്ന് പറയണത്. ഇപ്പൊ വരുന്നവരൊക്കെ ആരാണെന്ന് പറയണത്? അബൂജഹലുകൾ ഹജ്ജിന് വരുന്നത്. പറയട്ടെ, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. ആര്? ഷിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. പിന്നെ അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള. അവിടെ സൗദിക്ക് ഒരു കുറ്റവും. റസൂലുള്ളാഹിന്റെ കാലത്ത് അബൂജഹൽ ഹജ്ജിന് വന്നപ്പോ നബി സമ്മതിച്ചില്ല. ഇപ്പത്തെ സൗദി ഗവൺമെന്റ് ഏത് സമ്മതിക്കുന്നുണ്ട്? മുശ്രിക്കുകളും അബൂജഹലൊക്കെ ഹജ്ജിന് വരുമ്പോൾ സമ്മതിക്കുന്നുണ്ട്. പറയട്ടെ, കാരണം എന്താ? അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്തുണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. ആരാര്? മുശ്രിക്കുകളാണ് ഹജ്ജ് ചെയ്യുന്നത്. ആരാ ഹജ്ജ് ചെയ്യുന്നത്? ഹജ്ജിൽ നമ്മളെന്താ ചെല്ലണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിനക്ക് ഒരു നിലക്കുള്ള പങ്കുകാരനുമില്ല, ഒരു ശരീക്കുമില്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന സുന്നികളെ കുറിച്ച് പറയാണ്. അവിടെ ഹജ്ജിന് വരുന്നവരാരാണ്? മുശ്രിക്കുകളാണ്. ഇനി തൗഹീദിന്റെ ആൾക്കാർ എത്ര ഉണ്ടാകും കൃത്യമായി കണക്ക് പറയാൻ അയാൾ പറയട്ടെ. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് കണ്ടോ. മുവഹിദുകൾ മാത്രമാണ് എത്ര ഉണ്ടാവുള്ളൂ? 40 ലക്ഷം ഹജ്ജിന് വരുന്നുണ്ടെങ്കിൽ അതിൽ മുവഹിദുകൾ എത്ര ഉള്ളൂ? 5 ലക്ഷം. മറ്റാൾ കുറച്ച് ഇയാൾ കുറച്ച് കൂട്ടി പറഞ്ഞിട്ടോ, 5 ലക്ഷം. ബാക്കിയൊക്കെ ഔട്ടായി. ഇത് ഫുട്ബോളല്ല ഈ പറയണത്, ഹജ്ജിന്റെ കാര്യം പറയണത്. ബാക്കിയുള്ളവരൊക്കെ ഔട്ടാണ്. നിങ്ങൾ ആലോചിക്കും മുസ്ലിമീങ്ങളെ, എത്ര വലിയ കടുത്ത പദപ്രയോഗങ്ങളാണ് മുജാഹിദ് പണ്ഡിതന്മാരെ നാവിലൂടെ വരുന്നത്. ഇത് തിരുത്തൽ നമ്മുടെ ബാധ്യതയല്ലേ? ഇത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? ഈ ഉമ്മത്തിലെ ആലിമീങ്ങളിൽ ഈ ഗൗരവം കണ്ടിട്ടില്ല എങ്കിൽ ഇതാ ലഹറത്തിൽ ബിദഅ. പുത്തനാശയക്കാർ പ്രകടമായി കൊണ്ട് പ്രചാരം നടത്തുമ്പോ അറിയുന്നവർ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപറങ്ങുന്ന, വൽ മലായികത്തി, മലക്കളെ ശാപറങ്ങും, വന്നാസി, സർവ്വ മുഅ്മിനീങ്ങളെ ശാപറങ്ങും. പടച്ച റബ്ബ് കാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഇത് പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല. എന്താ ഇതിനൊക്കെ ഷിർക്കിനായിട്ട് കാരണം പറയണത്? ഷിർക്കിനായിട്ട് കാരണം പറയണത് എന്താ? നമ്മളൊക്കെ യാറത്ത് പോയിട്ട് മഹാന്മാരെ വിളിക്കലാണ്. അങ്ങനെ വിളിക്കുന്ന ഷിർക്കാണ്. യാറങ്ങളൊക്കെ വിഗ്രഹമാണ്. ഒരു പോലെ പ്രസംഗിച്ചതാ, മമ്പുറത്ത് മക്ക എന്നൊക്കെ പറഞ്ഞത് വിഗ്രഹമാണ്. മമ്പുറത്ത് യാറെന്നൊക്കെ പറഞ്ഞാലത് വിഗ്രഹമാണ്. കേട്ടോളൂ. അവരാരാധനയോ ശുദ്ധമായ വിഗ്രഹാരാധനയാണെന്നാണ് ഇസ്ലാം പറയും. ആര്? പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്.
എന്റെ വകയായി ക്ലിപ്പിംഗ് ഇടാറുണ്ട് മുസ്ലിയാക്കന്മാര്. ഖബറാരാധന മമ്പറും അത് വിഗ്രഹമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മമ്പറും വിഗ്രഹമാണെന്ന് മൂപ്പര് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലിപ്പിടാറുണ്ട്. അത് നിഷേധിക്കല്ലേ അയാൾ ചെയ്യേണ്ടത്. അയാൾ പറഞ്ഞ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടത് ആവർത്തിക്കുന്നു കേട്ടോളൂ. ഇപ്പോഴും പറയുന്നു ഖബറുകളൊക്കെ വിഗ്രഹമാണ്. എന്ത് സംശയങ്ങൾക്ക്? ഒരു സംശയം എന്ത്? ഖബറുകളൊക്കെ വിഗ്രഹമാണ്. മമ്പറത്ത് കിടക്കുന്ന മഹാൻ വിഗ്രഹമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ വലിയ വിപത്തിനെ തൊട്ട് ഈ നാടിന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് പറയണ ആ മക്കാമിനോട് പോയിട്ട് യാറത്തിന്റെ അടുക്ക പോയിട്ട് ഒന്ന് ദുആ ചെയ്താൽ അവിടെ വിളിച്ചാൽ അവൻ കാഫറാകും. കേരളത്തിൽ 40 കേരളം തൊട്ട് ഇടവണ്ണ തൊട്ടിട്ട് കുദുസ് വരെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ പറയാണ് 40,000 യാറാണുള്ളത്. ഇവർ കണക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണൊക്കെ കൃത്യമായിട്ട് മറ്റാൾ പറയണ്ടേ. മുജാഹിദിന്റെ ഔദ്യോഗിക സ്ഥാപനമായ ഈ ചൊയിൽ എവിടെയെങ്കിലും പ്രസംഗിച്ചൊന്നും പറയണ്ട. ഈ പ്രസംഗിക്കേണ്ട എവിടെ നിന്ന് അറിയോ? KNMന്റെ ഔദ്യോഗിക സ്ഥാപനമായ എടവണ്ണ ജാമിയ നദ്വിയിൽ വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഒക്ടോബർ 13 എടവണ്ണ വെച്ചുകൊണ്ട് സംവാദം നടക്കാൻ പോവുകയാണ്. എവിടെയെങ്കിലും അല്ല നമ്മൾ സംവാദം നടത്തുന്നത്. പുലിക്കൂട്ട് പോട്ട അവിടെ തന്നെ ആയിക്കോട്ടെ. ഓര് ചോദിച്ചു ഈറ്റില്ലത്തിൽ വേണോ ചോദിച്ചു. ഞങ്ങൾക്ക് മടിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു കുടുങ്ങിയില്ലേ, നായിക്കോട്ടെ നിൽക്കാൻ പോകും. ഇൻഷാ അല്ലാഹ് സംവാദം നടക്കാൻ പോകും 13-ാം തീയതി. കാരണം നമ്മുടെ ലക്ഷ്യം ഒന്നുമല്ല, അവിടെ പോയിട്ട് ഇവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഉമ്മത്തിനെ ഈ കാഫറാക്കണ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാൻ. എന്തിനായി ചിന്ന ഭിന്നാക്കണമെന്ന് ബഹുമാന MT ഉസ്താദ് ഇന്നലെ നമ്മൾ കണ്ടിരുന്ന സുപ്രാത്തിൽ ലേഖനം എഴുതി. ഈ വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ഈ ഉമ്മത്തിനെ കാഫറാക്കി ഈ വെറുപ്പുൽപാദനം നടത്തിക്കൊണ്ട് എന്തിനാണ് ഈ ഉമ്മത്തിൽ അനൈക്യമുണ്ടാക്കുന്നത്? അത് തിരുത്തി കൊടുക്കണമല്ലോ, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് ബോധ്യപ്പെടുത്താൻ പോവുക. അതിനുള്ളൊരു വേദി നടക്കാൻ പോവുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ജാമിയ നദ്വിയയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ചൊയ്ലി അബ്ദുള്ള മൗലവി, ചൊയ്ലിനെ തള്ളിക്കളയാൻ കഴിയില്ല, അവരുടെ ഔദ്യോഗിക വേദിയിൽ പ്രസംഗിക്കുന്ന നിങ്ങൾ എത്ര ജാറുണ്ട് ഇവർ കൃത്യമായിട്ട് പറയട്ടെ. 40,000 ജാറങ്ങളുണ്ട് ലോകത്ത്, ഈ എടവണ്ണ മുതൽ ഫലസ്തീൻ വരെ. എത്ര? 40,000 ജാറുണ്ട് എടവണ്ണ മുതൽ ഫലസ്തീൻ വരെ. എണ്ണി കറക്റ്റ് ആക്കിയതാണ്. അതിൽ ഇന്ത്യയിൽ എത്ര ഉണ്ടാവും? എടവണ്ണ മുതൽ ഫലസ്തീൻ വരെയുള്ള കിഴക്ക് പടിഞ്ഞാറ് മശ്രിഖ് മഗ്രിബ് ഷമാല് ജനൂബ് ലോകം മുഴുവനുമുള്ള മനുഷ്യഗേഹത്തിൽ മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായി 40,000 ജാറങ്ങളുണ്ട്. അതിൽ 16,000-ഓളം ജാറങ്ങൾ ഇന്ത്യയിലാണ്. 16,000 ഇന്ത്യയിലുള്ളൂ. ബാക്കി 24 ഇവിടെ ഉള്ളത് ഇന്ത്യക്ക് പുറത്താണ്. കേരളത്തിൽ എത്ര ഉണ്ടാവും? 6,000-ഓളം ജാറങ്ങൾ കേരളത്തിൽ മാത്രം. കേരളത്തിൽ 6,000 ഉണ്ട്. കറക്റ്റ് കണക്കാ. നമ്മളിത് സർവേക്കൊന്നും പോയിട്ടില്ല. അവര് കൃത്യമായി കണക്കെടുത്ത് തന്നിട്ടുണ്ട്. അവർ സമാധാനം ഇവർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ഗുണമുണ്ട്. നമുക്ക് പണിയൊന്നുമില്ല. എടവണ്ണ മുതൽ ഫലസ്തീൻ വരെ കറക്റ്റ് എണ്ണം. അതിൽ ഇന്ത്യയിൽ എത്ര, കേരളത്തിൽ എത്ര. എന്നിട്ട് ഇനി ഇയാൾ പറഞ്ഞ പ്രസംഗം കേട്ടോളൂ. ഇയാൾ പറയാണ് യാറത്തിൽ പോയിട്ട് മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുക, അല്ലെ അവിടെ പോയിട്ട് ആ മഹാനെ വിളിച്ചാൽ കാഫറാണ്. ഒരു മടിയില്ലല്ലോ പറയാനൊന്നും, ഒരു മടിയില്ലാത്തൊരു ടീം. കേൾക്കൂ. ജാറങ്ങൾ പാവപ്പെട്ട സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയമായ ഒരു ബന്ധം ആവശ്യമാണ് എന്ന് കെട്ടിച്ചമച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ ജാറവുമായി മരിച്ചുപോയ മഹാന്മാരുമായി ബന്ധിപ്പിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെടുന്ന പുരോഹിതന്മാരുടെ കപടമുഖമാണ് ജാറങ്ങൾ. അള്ളാഹുവിനെ നിഷേധിക്കലാണ്, അള്ളാഹുവിനെ കുഫ്ർ ചെയ്യലാണ് ജാറം. ഒരുത്തൻ ജാറത്തിൽ ചെന്നിട്ട് തങ്ങളെ എന്ന് വിളിച്ചാൽ അവൻ കാഫിറാണ്. ഒരുത്തൻ ജാറത്ത് പോയിട്ട് തങ്ങളെ എന്ന് വിളിച്ച അപ്പ തന്നെ ആരായി? കാഫിറായി. ഇതുപോലുള്ള ഔദ്യോഗിക വിദ്യ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിലാണ്. എവിടെയെങ്കിലും ഒരു ചുഴലിക്കാറ്റല്ല, ഇത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാറ്റ്. നിങ്ങളെ ചിന്തിക്കുക. ഞാൻ നീട്ടുന്നില്ല. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അനുവദിക്കപ്പെട്ട സമയം 2 മണി വരെയാണ്. കഴിയാറായി. ഞാൻ നിർത്തുക. ഒരുപാട് ക്ലിപ്പുകൾ ഇൻഷാ അല്ലാഹ് ക്യാമ്പയിൻ തുടരുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് പറയാം. ഇവിടെ പറയാൻ ബാക്കി വെച്ചാൽ നമുക്ക് വേറെയൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റും. നിർത്താൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി ഒരുപാട് ആളുകൾ ഇതിന് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ദ്വാരക്കണവർക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പരിപാടി നിങ്ങൾക്കറിയാലോ, 2 ദിവസം മുമ്പാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. 2 ദിവസം മുമ്പ്, ഇന്നലെ വെള്ളിയാഴ്ച, മിനിഞ്ഞാന്ന് വ്യാഴാഴ്ചയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അന്ന് പ്രഖ്യാപിച്ചത് മുതൽ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചു. അള്ളാഹുർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമേൻ പറയും. നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല.
എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഞാൻ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കുക. അള്ളാഹുവേ, പടച്ചവനെ, ആരൊക്കെയാണോ ഇതിനു വേണ്ടി സഹായിച്ചത്, ഭക്ഷണത്തിനായിട്ടും മറ്റുമായി കൊണ്ട് സഹായിച്ച ഒട്ടേറെ ആളുകളുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി പെട്ടെന്ന് തട്ടിക്കൂട്ടുമ്പോഴുള്ള അതിൻ്റെതായ തിരക്ക്, ചിലർക്ക് എന്തെന്ന് പെട്ടെന്ന് ആയത് ഇത് കുറച്ച് നേരത്തെ വെക്കേണ്ടത്, ഇത് പറഞ്ഞിട്ടുണ്ട് മറ്റാൾ. പണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടായി, ഒരു ഡോക്ടറത്തേക്ക് ഒരാളെ കൊണ്ടുപോയി. അപ്പോൾ അയാൾ ഏകദേശം, അപ്പോൾ മറ്റേ ഡോക്ടർ വെച്ച് എന്തെത്ര വൈകി നേരത്തെ കൊണ്ടുവരണ്ടായിരുന്നു. അപ്പം തെങ്ങുമെന്ന് വീണതാണ്. മറ്റാളുടെ അത് വീണിട്ടണ്ടേ നിലവിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആർക്ക് ഈ ചുഴലിനെ കുറിച്ച് പറഞ്ഞ അയാൾ പറയണ്ടേ? എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. നമ്മൾ ഇസ്തിഖാമ സംസ്ഥാന സമിതി വളരെ കഷ്ടപ്പെട്ടു. അതിൻ്റെ വിങ്ങുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റിയൊക്കെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തു. സാമ്പത്തികമായി കൊണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചു. ഭക്ഷണത്തിലേക്കായിട്ടും ഇതിൻ്റെ മറ്റു ചെലവുകളൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റബ്ബേ. അവിടെ എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാ. കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. അവരെ ജോലികളിലും കച്ചവടങ്ങളിലും വീടുകളിലും എല്ലാ മേഖലകളിലും നീ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഹാഫിള് മുഹമ്മദ് ഇർഫാൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ട. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ട സ്നേഹിച്ച് സഹായിച്ച എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഹക്ക് ഹക്കായി പറയാം ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ബിദ്അത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മുബ്തദീങ്ങളെ തൊട്ട് ഞങ്ങളെ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒരാൾ ബിദ്അത്തിൽപ്പെട്ടവയാൽ അവൻ്റെ തൗബ പോലും റബ്ബ് സ്വീകരിക്കില്ലെന്നാണ്. അല്ലാഹുവേ, അതിലും ഞങ്ങളെ പെടുത്തില്ല റഹ്മാനെ, പെടുത്തില്ല റബ്ബേ. നാളെ പരലോകത്ത് മുത്തുനബി ഹൗദുൽ കൗസറിലെ വെള്ളം വാരിക്കോരി കൊടുക്കുമ്പോൾ ബിദ്അത്തുകാർ വരുമ്പോൾ പുണ്യനബി അവിടുന്ന് സുഹ്കാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമെന്നാണ്. അല്ലാഹുവേ, അത്തരക്കാലം ഞങ്ങളെ പെടുത്തില്ല റഹ്മാനെ. മുത്തുനബിയുടെ ഷഫാഅത്ത് ലഭിക്കുന്നത് ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ സ്വർഗത്തിൽ കിടത്തണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സമസ്തയെ സുന്നത്ത് ജമാഅത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ, ശക്തിപ്പെടുത്തണേ അല്ലാ. ഉലമാ ഉമറാ മുത്തരിമിച്ച് ഐക്യത്തോടെ ഈ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന അല്ലാഹുവേ, ഇതിൻ്റെ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.